78ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ടാൻജൻസ് എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ വർക്ക്ഷീറ്റ് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ള വിശകലനങ്ങളാണ് ഈ വീഡിയോയിൽ തരുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഓക്കെ, ഫിഗർ. ഇൻ ദ ഫിഗർ PA and PB are the tangents. PA and PB are the tangents to this circle. സർക്കിളിലെ പോയിന്റ്സ് ആണ് എയും ബിയും. പിയിൽ നിന്നുള്ള രണ്ട് ടാൻജൻസ് ആണ് ഇത് രണ്ടും. O is the center of the circle. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. OAPB is a cyclic quadrilateral. ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. OAPB എന്നൊരു ചക്രീയ ചതുർഭുജമാണ് ശരിക്കും. OAP, OBP ഇത് എത്ര വീതമാണെന്നാണ്. ഈ ആംഗിളും 90 ആണെന്നറിയാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ OAP is equal to 90 degree. Angle OBP is equal to 90 degree. Reason, tangent is perpendicular to the radius. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. If APB is equal to 40 degree, and what is the measure of AOB? അപ്പോൾ OAPB is a cyclic quadrilateral. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. ആംഗിൾ AOP പ്ലസ് ആംഗിൾ APB is equal to 180 degree. AOP ആണ് നമുക്ക് വേണ്ടത്. വാട്ട് ഈസ് AOB ആണ്, P അല്ല. AOB ആംഗിൾ AOB പ്ലസ് APB എന്ന് പറയുന്ന 40 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദെർഫോർ ആംഗിൾ AOB ഇസ് ഈക്വൽ ടു 180 മൈനസ് 40, ദാറ്റ് ഈസ് 140 ഡിഗ്രി. ഈ ആംഗിൾ 140 എന്ന് നമുക്ക് കിട്ടും. ദിസ് ആംഗിൾ ഈസ് 140 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ആൻഡ് ദ ലൈൻസ് AB ആൻഡ് OP ഇവിടെ OP എന്നാണ്. OP meet at C. What is the relation between CO, CA, CB, CO and CP? ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണത്. ഇങ്ങനൊരു സർക്കിൾ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ദെൻ CO into CP is equal to CA into CB എന്ന് എഴുതാനായിട്ട് സാധിക്കും നമുക്ക്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കൊന്ന് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ PA and PB are the tangents to the circle and O is the center of the circle. PAയും PBയും ടാൻജൻസ് ആണ്. O is the center of the circle. Angle AQB is equal to 50 degree. AQB is equal to 50 degree. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സർക്കിളിലെ ഒരു പ്രോപ്പർട്ടിയാണ്. സർക്കിളിൻ്റെ എന്നുള്ള യൂണിറ്റിൽ പഠിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി. AQB is equal to 50 degree. AQB is equal to 50 degree. AQB 50 ആയതുകൊണ്ട് this angle will be
100 degree. Okay. Angle formed by this arc, ARB എന്നുള്ള ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ 2 times ആയിരിക്കും. Therefore, angle AOB is equal to 2 into 50. നമുക്കിങ്ങനെ എഴുതാമല്ലോ, ആംഗിൾ AOB is equal to 2 into 50 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആംഗിൾ തന്നിട്ട് ഈ ആംഗിൾ അതിൻ്റെ മെഷർ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതാം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOB? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOB? അപ്പോൾ നമുക്ക് എഴുതാമല്ലോ, ആൻസർ ഇങ്ങനെ എഴുതാം. ആംഗിൾ AOB is equal to 2 times 50, that is equal to 100 degree എന്ന് എഴുതാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ARB? ARB കേട്ടോ, ARB എന്നുള്ള ആംഗിൾ എത്ര? APB എന്നുള്ള ആംഗിൾ എത്ര? നമുക്കിവിടെ 2 സൈക്ലിക് കോർഡിലാറ്ററൽസ് കാണാൻ സാധിക്കും. We can see 2 cyclic quadrilaterals here. We can see 2 cyclic quadrilaterals. ഒന്നാമത്തെ ഇതാണ്, ഒന്നാമത്തെ സൈക്ലിക് കോർഡിലാറ്ററൽ QARB is cyclic. QARB is cyclic. കാരണം അത് സർക്കിളിലെ പോയിന്റ്സ് ആണ് അതിൻ്റെ വെർട്ടിസസ്. ദെർഫോർ ആംഗിൾ ARB ഈസ് ഈക്വൽ ടു 180 മൈനസ് 50, ദാറ്റ് ഈസ് 30 ഡിഗ്രി. ഇത് വ്യക്തമാണ്, 30 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇത് 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇത് 50 ആണെങ്കിൽ ഇത് 100 ആണെന്ന് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സൈക്ലിക് കോർഡിലാറ്ററൽ കാണാം. OAPB is cyclic. Therefore, angle APB is equal to 180 minus 100, that is equal to 80 degree. ഇങ്ങനെ നമുക്ക് കിട്ടും, 80 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഇൻ ദ ഫിഗർ O is the center of the circle. PA, PB are tangents. PA and PB are tangents. OAB is equal to 20. OAB is equal to 20. Okay. OAB is equal to 20. What is the measure of OB? What is the measure of AOB? ഇത് 20 ആണെങ്കിൽ ഇത് എത്രയാണെന്നാണ് ചോദ്യം. പിന്നെ ചോദിക്കുന്നത് AQB, ഈ ആംഗിൾ എത്രയാണ്, ഇവിടുത്തെ ആംഗിൾ എത്ര, ഇവിടുത്തെ ആംഗിൾ എത്ര, ഇത് രണ്ടുമാണ് ആദ്യത്തെ ചോദ്യത്തിലുള്ളത്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് AOB? വാട്ട് ഈസ് ദ മെഷർ ഓഫ് AQB? നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇൻ ട്രയാങ്കിൾ OAB, OA is equal to OB. റേഡിയസ് ആണത്. Therefore, opposite angles are equal. Opposite angles are equal. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റായ ആംഗിൾസ് ഈക്വൽ ആണ്. Therefore, this angle is angle OBA is equal to 120 degree. ഇത് രണ്ടും 20 ആണ്. Therefore, angle AOB is equal to 180 minus 40, that is 140 degree. ഇത് 140 ഡിഗ്രി ആണെന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ദിസ് ഈസ് 140 ഡിഗ്രി.
140 degree. Okay. And again B, ഇത് എ ആദ്യത്തെ ചോദ്യമായിരുന്നത്. ബി, എ ആർ ബി. വാട്ട് ഈസ് എ ആർ ബി? നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ക്യു എ ആർ ബി ഈസ് എ സൈക്ലിക്. ക്യു എ ആർ ബി ഈസ് എ സൈക്ലിക്. ക്യു എ ആർ ബി ഈസ് എ സൈക്ലിക്. ദർഫോർ എ ആർ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് ഇത് 140 ആണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട്, എ ക്യൂ ബി എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിവിടെ എഴുതണം നമ്മൾ. ആംഗിൾ എ ക്യൂ ബി ഈസ് ഈക്വൽ ടു 140/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഇതിൻ്റെ പകുതിയാണല്ലോ ഇത്. 70 ഡിഗ്രി എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവും. ദിസ് ഈസ് 70 ഡിഗ്രി. Therefore 180 minus 70 is equal to 110 ഡിഗ്രി എന്ന് കിട്ടും നമുക്ക്. അടുത്തത്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ പി ബി? സി, എ പി ബി എത്ര? എ പി ബി എത്ര? നമുക്ക് പറയാലോ, ഒ എ പി ബി ഈസ് എ സൈക്ലിക്. ഒ എ പി ബി ഈസ് എ സൈക്ലിക്. 140 ഡിഗ്രി പ്ലസ് angle APB is equal to 180. Therefore, angle APB is equal to 180 minus 140, that is equal to 40 degree എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു കൺസ്ട്രക്ഷനാണ്. എന്നാൽ അതിൽ ചില കാൽക്കുലേറ്റ് ചെയ്യേണ്ട ചില ഭാഗങ്ങളും കൂടി ആ ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു കൺസ്ട്രക്ഷനും അതിൽ നിന്ന് നമ്മൾ കണക്കുകൂട്ടിയെടുക്കേണ്ട ഒരു ഭാഗവും കൂടി അതിനകത്തുണ്ട്. നാലാമത്തെ ചോദ്യം ഇതാണ്, ഡ്രോ 2 ടാൻജൻസ് ഫ്രം ആൻ ഔട്ടർ പോയിന്റ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm സച്ച് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് ഈസ് 60. ടാൻജൻറ്റുകൾക്കിടയിലുള്ള ആംഗിള്, ഇപ്പം ഇതൊരു സർക്കിൾ നമ്മളൊന്ന് മനസ്സിൽ കാണുക. ഇതൊരു സർക്കിളാണ്. ഔട്ടർ പോയിന്റിൽ നിന്നും 2 ടാൻജൻസ് ഇതുപോലെ വരക്കുക. ടാൻജൻസിനിടയിലുള്ള ആംഗിള് 40 ഡിഗ്രി ആയിരിക്കണം, അല്ല 60 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻസ് ഈസ് 60 ഡിഗ്രി. ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഈ ആംഗിള് എത്രയായിരിക്കും? ഈ ആംഗിള് ദിസ് വിൽ ബി 180 minus 60, that is 120 degree, because OAPB is a cyclic quadrilateral. ടാൻജൻസിനിടയിലുള്ള ആംഗിൾ 60 ആയിരിക്കണം. അപ്പോൾ ദിസ് ആംഗിൾ വിൽ ബി 120 ഡിഗ്രി. ഈ ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ ഒരു സർക്കിൾ വരക്കുന്നു. ആ സർക്കിളിൽ 2 റേഡിയസ് വരക്കുന്നു. റേഡിയസിനിടയിലുള്ള ആംഗിൾസ്, ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയായി 120 ആകുന്ന വിധത്തിൽ 2 റേഡിയസ് വരക്കുന്നു. റേഡിയസിൻ്റെ അറ്റങ്ങളിലൂടെ ടാൻജൻസ് വരക്കുന്നു. ടാൻജൻസ് കൂട്ടിമുട്ടുന്ന പോയിൻ്റ് എന്തായിരിക്കും? ഔട്ടർ പോയിൻ്റ് പി ആയിരിക്കും. അതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ സ്വയം ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആൻസർ പാർട്ട് ഇതാണ്. ഇങ്ങനെയാണ് അത് ആൻസർ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, ദെൻ 2 റേഡിയായി സച്ച് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയായി ഈസ് 120 ഡിഗ്രി. സർക്കിൾ വരക്കുന്നു, ഇതുപോലെ ഒരു സർക്കിൾ വരക്കുന്നു. ആ സർക്കിളിനിടയിലുള്ള ആംഗിള്, സർക്കിളിൻ്റെ 2 റേഡിയസിനിടയിലുള്ള ആംഗിള് 120 ഡിഗ്രി ആവുന്നു. അപ്പോൾ ഇതുപോലെയാണ് വരക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സർക്കിൾ വരക്കുക. നമുക്ക് 3 cm റേഡിയസ് ആണ് സർക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരക്കുന്നു, ഒരു റേഡിയസ് വരക്കുന്നു. നമുക്കിതുപോലെ ഒരു റേഡിയസ് വരക്കാം. ഇവിടെ നിന്ന് പ്രൊട്രാക്ടറിൽ 120 ഡിഗ്രി വരുന്ന വിധത്തിൽ മറ്റൊരു റേഡിയസ് വരക്കുന്നു. 120 ഡിഗ്രി വരുന്ന വിധത്തിൽ. അപ്പോൾ നമുക്ക് ഈ 2 പോയിൻറ്റ്സ് കിട്ടും. ഈ 2 പോയിന്റുകൾ ഇതിലൂടെ ഇങ്ങനെ നീട്ടിയിട്ട് ഇതിലൂടെ പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ, ഇവിടെയും പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചാൽ നമുക്കിത് ചേരുന്ന പോയിന്റ് ഔട്ടർ പോയിൻ്റാണ്.
ദിസ് വിൽ ബി ദ ടാൻജൻറ്റ്. ഇങ്ങനെയായിരിക്കും ഒരു ടാൻജൻറ്റ് വരുന്നത്. ഏതാണ്ട് ഇതുപോലെ ഒരു ടാൻജൻറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇത് രണ്ടുമാണ് ടാൻജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്, തീർച്ചയായിട്ടും ഇവിടെ ഇത് 60 ഡിഗ്രി, ദിസ് ഇസ് 30 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 90 ഡിഗ്രി. തീർച്ചയായിട്ടും 30, 60, 90 ട്രയാങ്കിൾ അതിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിയുമ്പോൾ PICകൾ PBCകൾ 3√3 എന്ന് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ട്രിഗണോമെട്രി പഠിച്ചിരിക്കുന്ന ആശയമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക.